ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പിടിയിലായിരിക്കുന്നു. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. 2 ദിവസമായും പ്രതിയെ പിടികൂടാനാകാത്തത് പോലീസിനെ വലച്ചിരുന്നു. അത് വാർത്തകളായിരുന്നു. ഗുജറാത്തിലേക്ക് പ്രതി കടന്നു എന്ന സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത്. 6 കുത്തുകളായിരുന്നു സെയ്ഫ് അലി ഖാന് ഏറ്റത്. അത് ഒരെണ്ണം വളരെ ആഴത്തിലുള്ളതായിരുന്നു. കഷ്ടിച്ചാണ് ജീവൻ രക്ഷിക്കാനായത്. വലിയ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. മനു ഭരത് ചേരുകയാണ്. മനു, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്? പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ദർഗ് ജില്ലയിൽ നിന്നാണ്, മധ്യപ്രദേശിലെ ദർഗ് ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ പിടികൂടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഒരു തീവണ്ടിയിൽ വെച്ച് ചില ആളുകൾ ഇയാളെ തിരിച്ചറിഞ്ഞു. ഈ CCTV ദൃശ്യങ്ങളുമായി സാമ്യമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇയാളെ ഈ വിഷയം ട്രെയിൻ യാത്രക്കാർ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തുകയും ദർഗ് ജില്ലയിൽ വെച്ച്, മധ്യപ്രദേശിലെ ദർഗ് ജില്ലയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ആണ് ഈ കേസിലെ പ്രതി എന്ന സംശയം വളരെ ബലപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷവും ചോദ്യം ചെയ്തതിനു ശേഷവും മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നേരത്തെ പോലീസ് വേറെ ഒരു വ്യക്തിയെ സമാനമായ രീതിയിൽ തെറ്റിദ്ധരിച്ച് പിടികൂടുകയും ചോദ്യം ചെയ്തതിനു ശേഷം അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിൽ ഒരു സ്ഥിരീകരണം നൽകേണ്ടതുള്ളൂ എന്നാണ് പോലീസിന്റെ ഒരു ഇപ്പോഴത്തെ നിലപാട്. അതേസമയം മധ്യപ്രദേശിൽ നിന്ന് ബാന്ദ്രയിൽ എത്തിച്ചായിരിക്കുമോ ചോദ്യം ചെയ്യൽ, അതോ പ്രാഥമികമായുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഏറ്റവും വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് കൂടുതൽ മൊഴിയെടുപ്പൊക്കെ നടന്നതിന് ശേഷവും എന്തായിരുന്നു ലക്ഷ്യം എന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. യാതൊന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന വിവരം വന്നു. അപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ കേന്ദ്രീകരിച്ച് ആണ് അവിടെ എത്തിയത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദർഗ് ജില്ലയിലെ ഒരു തീവണ്ടിയിൽ വെച്ച് ഇത്തരത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളുമായി സാമ്യമുള്ള ഒരാളെ കണ്ടു എന്ന് ചില ആളുകൾ പോലീസിനെ അറിയിക്കുകയാണ്. തുടർന്ന് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു. പിടികൂടിയ പോലീസ് ഇയാളുടെ പ്രാഥമികമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ഇതിൽ പൂർണ്ണമായ ഒരു നിലപാടിലേക്ക് എത്താൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം ധൃതി പിടിച്ച് ഒരു നിഗമനത്തിൽ എത്തണ്ട എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ ഒരു തെറ്റ് പോലീസിന് സംഭവിച്ചു. ഒരു വ്യക്തിയെ പിടിക്കുകയും അയാൾ പ്രതിയാണെന്ന് ആദ്യം തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ധൃതി പിടിച്ചുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതില്ല. ആദ്യഘട്ടത്തിൽ ഇയാളെ ഒന്ന് വിശദമായി ചോദ്യം ചെയ്യുക. മധ്യപ്രദേശിൽ നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയും. പിന്നീട് വളരെ വിശദമായി ആവശ്യമെങ്കിൽ ഉള്ള ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങും. അതിന് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും ഇത് അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക. അപ്പൊ ഇയാൾ ജനുവരി 16 തീയതിയാണല്ലോ സ്വാഭാവികമായി ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ സെയ്ഫ് അലി ഖാന്റെ ആ വീട്ടിൽ എങ്ങനെ എത്തി, അവിടെ ഈ പട്ടോടി കുടുംബത്തിന് ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കാരണം എന്ത്, അതിൽ കൊള്ള അടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ഒപ്പം ഈ 6 കുത്തുകൾ വളരെ മാരകമായി ഏറ്റിട്ടുണ്ട്. അപ്പൊ 6 കുത്തുകൾ കുത്തിയ ഒരു പശ്ചാത്തലം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ കരീന കപൂറും ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടി ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവരിൽ നിന്ന് കൂടി പ്രതിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം ആദ്യഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്യും. പിന്നീട് കൂടുതൽ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാനായി കൂടുതൽ പരിശോധനകൾ നടത്തും. അതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുക എന്നാണ് പോലീസ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു 12ാം നിലയിലേക്കൊക്കെ എങ്ങനെ കയറി ഇയാൾ എത്തി, എങ്ങനെ ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് ഇയാൾക്ക് കടക്കാൻ കഴിഞ്ഞു, ആരുടെ പിന്തുണയുണ്ടായിരുന്നു തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ പോലീസിന് തീർച്ചയായും ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആദ്യം ഈ പ്രതി തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇയാൾ തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മനു, പോലീസ് വലിയ പ്രതിരോധത്തിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാത്ത സാഹചര്യം. ഒരാളെ കസ്റ്റഡിയിലുണ്ടായിരുന്നു പ്രതിയെന്ന് കരുതി. പക്ഷേ മണിക്കൂറുകളോളം
മൊഴിയെടുത്ത് അതിനുശേഷം വിട്ടയച്ചു. പ്രതിക്ക് അയാൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് പറയുന്നു. എങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് പോലും അറിയാത്ത സാഹചര്യമായിരുന്നു. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാം എന്ന് മാത്രമായിരുന്നു ഊഹം. അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും എങ്ങോട്ട് വ്യാപിപ്പിക്കണമെന്ന് അറിയാത്ത സാഹചര്യം. പിന്നീട് ഇപ്പോൾ ഗുജറാത്തിലേക്ക് കടന്നു എന്ന സംശയമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തയുണ്ടായിരുന്നു. പോലീസിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വ്യാപക തെരച്ചിൽ പ്രതിക്കായി നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങളാണോ? പോലീസ് ഇങ്ങനെ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? പോലീസ് ഇങ്ങനെ ഒരാളെ പിടികൂടി എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ പ്രതി എന്ന് സംശയിക്കുന്നയാൾ എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് മധ്യപ്രദേശ് പോലീസ് ഹാവ് ഡീറ്റെയിൻഡ് എ സസ്പെക്ട് ബിലീവ് ടു ഹാവ് കണ്ടക്ടഡ് ദി അറ്റാക്ക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ കയ്യിലുണ്ട് എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ശേഷം അതിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ ഇയാൾ ജനുവരി 16 എവിടെയായിരുന്നു, എന്താണ് ഇയാൾ ഈ സ്ഥലത്തേക്ക് ദർഗ് ജില്ലയിൽ എത്താനുള്ള കാരണം നമുക്കറിയാം. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പോലീസ് അത് പ്രധാനമായും പ്രതിയെ കണ്ടെത്താനായ ഒരു ഉപാധിയായി ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല ഇയാൾ പല സ്ഥലങ്ങളിൽ വസ്ത്രം മാറി എന്നൊക്കെയുള്ള വിവരങ്ങൾ അതിനിടയിൽ പുറത്തു വന്നു. പലയിടങ്ങളിൽ ഇയാളെ കണ്ടതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നു. അപ്പൊ സ്വാഭാവികമായും അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ട് പരിശോധിച്ച് ഒരു കൃത്യത വന്നതിന് ശേഷം പ്രതികരിക്കാം എന്ന നിലപാടിലാണ്. എന്തായാലും CCTVയിൽ കണ്ട പ്രതിയുടെ ദൃശ്യങ്ങളോട് സാമ്യതയുള്ള ആളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇത് ആക്രമണം നടത്തിയ വ്യക്തിയാണോ എന്നത് കാര്യം ഉറപ്പാക്കാനാകൂ. പോലീസ് ഇപ്പോൾ അത്തരം ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. മുംബൈ പോലീസ്, ബാന്ദ്ര പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തും. ഇപ്പോൾ മധ്യപ്രദേശിലാണ് പിടിയിലായിരിക്കുന്നത് എന്ന വിവരമാണ് മനു ഭരത് നൽകുന്നത്.